ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ടും അതേപോലെ തന്നെ സ്മൂത്ത് ആക്കിയിട്ടും മുടിയെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മുടിക്ക് ഒരു ഷൈനിങ് ലുക്ക് വരാനും റഫ് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള മുടി, സ്പ്ലിറ്റൻസ് ഉള്ള മുടി, ഡാമേജ്ഡ് ആയിട്ടുള്ള മുടി ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. അത് കാരണം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇതിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചോറാണ്. നമുക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എഗ്ഗ് ആണ്, മുട്ടയാണ്. മുട്ട നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഇഷ്ടമില്ല എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് മാത്രം എടുത്താലും മതി. അതേപോലെ തന്നെ പഴം നമുക്കൊന്ന് വേണം, ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. ഒരിക്കലും വെള്ളം ഒഴിച്ച് ഇത് അടിക്കാനേ പാടില്ല, അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. അതിന് പകരമായിട്ടാണ്, വെള്ളത്തിന് പകരമായിട്ടാണ് നമ്മൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ല രീതിക്ക് ഒരു പേസ്റ്റ് പോലെ, ഫൈൻ ആയിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ നമുക്കത് അടിച്ചെടുക്കണം. അതിനുശേഷമാണ് ഇത് നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ നല്ല രീതിക്ക് തന്നെ ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇനി മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലൈവായിട്ടുള്ള ഒരു ഡെമോയും അതേപോലെ തന്നെ ലൈവായിട്ടുള്ള ഒരു റിസൾട്ടും ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ്. ആൾക്ക് ഒട്ടും തന്നെ മുടിയില്ല, അതേപോലെ തന്നെ നല്ല രീതിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ട്, മുടി മൊത്തം ഡാമേജ്ഡ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ തലയിൽ താരനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഒറ്റ യൂസിൽ തന്നെ മാറ്റി കൊടുത്ത് മുടിക്ക് ഒരു നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ലൈവായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ മുടി വേരും മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് വലിച്ച് കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ ഒരു പാക്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്ത് നമ്മുടെ മുടിയെ നന്നായിട്ട് മാനേജബിൾ ആക്കി മാറ്റാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും. അതേപോലെ തന്നെ നമ്മുടെ മുടിക്കും നമ്മുടെ സ്കാൽപ്പിനും ഒരു പ്രൊട്ടക്ഷൻ തരാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും. അപ്പം നല്ല രീതിക്ക് ഇനി നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് തന്നെ നല്ല രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ അവിടെ എവിടെയും ഇത് അപ്ലൈ ചെയ്തിട്ട് യാതൊരു റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു റഫാണ്, ഡ്രൈ ആണ്, സ്പ്ലിറ്റൻസ് ഉണ്ട്, മുടി ഡാമേജ് ഉണ്ട്, പൊട്ടിപ്പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്. കാരണം നമ്മുടെ മുടിവേര് മുതൽ മുടിയുടെ തുമ്പ് വരെയും നമ്മളിങ്ങനെ വലിച്ചു കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്ന മുടിയൊക്കെ സ്ട്രെയിറ്റ് ആവാനും അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ നല്ല രീതിക്ക് കൺട്രോൾ ആവാനും മുടി ഒന്നങ്ങനെ ഒതുങ്ങി കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല രീതിക്ക് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ മുടിയിൽ മാത്രമല്ലാതെ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല രീതിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാക്ക് നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നേരം നമ്മൾ മുടിയിൽ അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്കൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഷാമ്പു വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. പക്ഷേ ഈ ഒരു പാക്കിന് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഷാമ്പു യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇതിൻ്റെ ലൈവായിട്ടുള്ള ഒരു റിസൾട്ട്. ഇപ്പം മുടിയുടെ ഈ വേര് മുതൽ തലപ്പ് വരയ്ക്കും ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ മുടിക്കും വന്നിരിക്കുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മുടിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് നല്ലൊരു ഷൈനിങ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റഫ്, ഡ്രൈ, അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ്, ഡാൻഡ്രഫ് ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവാനായിട്ട് ഈ ഒരു പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണുന്നുണ്ടാവും. എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, നല്ല രീതിക്ക് തന്നെ മുടി മാറ്റം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മുടി റഫാണ്,
ഡ്രൈ ആണെന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പാർലറിൽ പോവാതെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണിത്. അത് കാരണം തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.